ജില്ലാ ആസ്ഥാനത്ത് ഒരു കലാകേന്ദ്രം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 16-ന് മലപ്പുറം ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മ കലയരങ്ങ് സായാഹ്ന കലാസദസ്സ് സംഘടിപ്പിക്കും. ശിവദാസ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മലപ്പുറം KSRTC പരിസരത്താണ് കലാസദസ്സ് ഒരുക്കുക. എല്ലാ വിഭാഗം കലാപ്രവർത്തകരും ഒത്തുചേരും. ശിവദാസ് വാര്യർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. പാട്ടുപാടിയും ചിത്രം വരച്ചും കവിത, മാജിക്, ഏകാംഗ നാടകം എന്നിവ അവതരിപ്പിച്ചും കലയിലൂടെ പ്രതിഷേധം അറിയിക്കും. മലപ്പുറത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറയ്ക്ക് പകരാനായി വിവിധ പരിപാടികൾ ഒരുക്കുമെന്നും കൂട്ടായ്മ പറഞ്ഞു. കലാകാര ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ പ്രായപരിധി വർദ്ധിപ്പിക്കുക, കലാകാര ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ കലാപ്രവർത്തകരിലേക്ക് എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒപ്പുശേഖരണം നടത്തി സാംസ്കാരിക വകുപ്പിന് കൈമാറുമെന്നും കൂട്ടായ്മ പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച ഫെബ്രുവരി 16-ന് KSRTC പരിസരത്ത് വെച്ചിട്ട് വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഏകാംഗ നാടകം, മാജിക്, പാട്ട്, കവിത അങ്ങനെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് 2 മണിക്കൂർ 4 മണി മുതൽ 6 മണി വരെ കലാകാരന്മാർ അവരുടെ പ്രതിഷേധം ഈ കലയിലൂടെ ഞങ്ങൾക്കൊരു ഇടവേണം എന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നാലെ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ മുമ്പത്തെ ബഡ്ജറ്റിലൊക്കെ മലപ്പുറത്തൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഫണ്ടൊക്കെ വന്നിരുന്നു. പക്ഷെ ഒന്നും വേണ്ട രീതിയിൽ പ്രായോഗികമായിട്ടില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥ ഉണ്ട്. സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ആരും മുന്നോട്ട് വരാൻ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയപരമായ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല, മതപരമായിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്വതന്ത്ര സംഘടനയായിട്ട് വരും ദിനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഈ ഫെബ്രുവരി 16-ന് നടക്കുന്ന തിങ്കളാഴ്ച KSRTC പരിസരത്ത് നടക്കുന്ന കലയിലൂടെയുള്ള കലയരങ്ങ് എന്ന പേരാണ് കലയരങ്ങ് സായാഹ്ന കലാസദസ്സ് മലപ്പുറത്തുകാർ ഏറ്റവും പ്രിയപ്പെട്ട സംഗീതജ്ഞനും കവിയും നടനും ഗായകനുമായിട്ടുള്ള ശിവദാസ് വാര്യരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഭാരവാഹികളായ മലയിൽ ഹംസ, ബാബുരാജ് കോട്ടക്കുന്ന്, ഹംസ മുണ്ടുപറമ്പ്, ആശ രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.